ബിഗിനിങ്ങിൽ എന്ത് തന്നെയായാലും ഇങ്ങനൊരു കൺസെപ്റ്റ് ആരും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഒരു ടൂറ് നമ്മൾ ഈ ഇടണമെങ്കിൽ ആദ്യം നമുക്കൊരു എയർലൈൻ വേണം. അപ്പോൾ ആ എയർലൈനിൽ നമ്മൾ ബുക്ക് ചെയ്ത് പൈസ കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് അനൗൺസ് ചെയ്യുന്നത്. പലരും എന്തിനിപ്പോൾ ടൂറ് പോയി പൈസ ചിലവാക്കുന്നു, ഇൻസ്റ്റന്റ് ഒരു സ്ഥലം വാങ്ങിയിടാം, അങ്ങനത്തെ ചിന്താഗതിയൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് കൂടുതലും. പൈസ ഉള്ളവർ മാത്രം പോകുന്ന ഒന്നായിരുന്നു ടൂറ്. പക്ഷെ ഇന്നത് കംപ്ലീറ്റ്ലി മാറി. ആ ഒരു കോൺസെപ്റ്റ് ചേഞ്ച് ചെയ്യാൻ സാറ് വഹിച്ച ഒരു പങ്ക് എത്രത്തോളം ഉണ്ട്? അവരുടെ അനുഭവം മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്തപ്പോൾ അങ്ങനെ വേർഡ് ഓഫ് മൗത്തിലാണ് ഈ സോമൻസ് ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ വന്നത്. ഒരു ലേഡി ഡോക്ടറാണ്. അവർ 100 രാജ്യമാണ് ഫിനിഷ് ചെയ്തത്. ആ 100 ടൂറിൽ ഓൾമോസ്റ്റ് 95 കൺട്രീസും ഞങ്ങളുടെ കൂടെയാണ് ട്രാവൽ ചെയ്തത്. അടുത്ത മാസം വി ആർ ഗോയിങ് ടു ഈ അന്റാർട്ടിക്ക. നമ്മളാണ് ഏറ്റവും ആദ്യമായിട്ട് 80 വയസ്സ് വരെ ഉള്ളവർക്ക് ഫ്രീ ഇൻഷുറൻസ് ആണ് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തത് ഈ ടൂർ ഓപ്പറേറ്റേഴ്സിനെയും ട്രാവൽ ഏജൻസിനെയാണ് ഈ കോവിഡ് പാൻഡമിക്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നിങ്ങളെ ലോകം കാണട്ടെ, ലെറ്റ് ദ വേൾഡ് സീ യു എന്ന ടാഗ് ലൈനിൽ ഒരുപാട് പേരെ ലോകം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് MK സോമൻ സർ ഫ്രം സോമൻസ് ലെഷർ ടൂർസ്. നമസ്കാരം സർ, വെൽക്കം ടു ദ ഷോ. സർ 1997 സ്റ്റാർട്ട് ചെയ്തത്. യെസ്, സോ ഹൗ വാസ് ദാറ്റ് സ്റ്റാർട്ട്? ബിഗിനിങ്ങിൽ എന്ത് തന്നെയായാലും ഇങ്ങനൊരു കൺസെപ്റ്റ് ആരും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ടൂറൊക്കെ എല്ലാവരുടെ മനസ്സിലൊരു ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത്, കേരളത്തിനകത്ത് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ മാക്സിമം നോർത്ത് ഇന്ത്യ, അതിൽ മാത്രം കൺഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് ഒരു ഔട്ട് ബോൺ ടൂറ്, ഇന്ത്യക്ക് പുറത്തുള്ളൊരു ടൂറ് എന്ന് പറഞ്ഞ കൺസെപ്റ്റായിട്ട് ഞാൻ വന്നത്. അപ്പോൾ അത് ഇനീഷ്യൽ സ്റ്റേജിലെല്ലാം തന്നെ ഒരു അനാവശ്യ ചിലവാണെന്നൊക്കെ കരുതിയിരുന്നു. ബട്ട് വി ഹാഡ് ടഫ് ടൈം. ബട്ട് എന്ത് വേണമെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ എന്തൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും അത് ഫുൾഫില്ല് ചെയ്യണമല്ലോ. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയല്ലേ പറ്റൂ. അപ്പോൾ അത് വി ഹാവ് ഡൺ ഇറ്റ്. ഒരുപാട് ആദ്യകാലങ്ങളിൽ ഒരുപാട് കഷ്ടമുണ്ടായിരുന്നു. ഒരുപാട് ട്രാവൽ ചെയ്തു, ഒരുപാട് പേരെ മീറ്റ് ചെയ്തു, പിന്നെ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ ആദ്യത്തെ സമയത്തെല്ലാം നമ്മൾ ചെയ്തിരുന്നത് ഈ സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ് മാത്രമായിരുന്നു. അപ്പോൾ പിന്നെ അതിങ്ങനെ ഓരോരുത്തർ പോയി അവരുടെ അനുഭവം മറ്റുള്ളവരായിട്ട് പങ്കുവച്ചു. അങ്ങനെയാണ് ഇത് ഒരു പേര് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ ന്യൂസ് പേപ്പറിൽ ആഡ് ചെയ്യും. സാധാരണ ഈ ക്ലാസിഫൈഡ് കോളത്തിൽ ആഡ് ചെയ്യും. അത് കണ്ട് അന്നത്തെ കാലത്ത് ന്യൂസ് പേപ്പറൊക്കെ ഒരുപാട് പേര് വായിച്ചിരുന്നു, ഇന്നത്തെ പോലെയല്ല. ഇപ്പോഴാണ് അതെ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ സാർ ഇത് തുടങ്ങുന്നതിന് മുമ്പ്, സോമൻസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നോ? ഞാൻ ജോലി ചെയ്തത്, ഇത് തുടങ്ങുന്നതിന് മുമ്പ് ജോലി ചെയ്തത് ബോംബെയിലെ ഒരു സിമിലർ കമ്പനിയിലാണ്. SOTC എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്തത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു ആശയം തന്നെ കിട്ടിയത്. അപ്പോൾ SOTC ആ സമയത്തെ ഒരു ലീഡിങ് ടൂർ ഓപ്പറേറ്റർ ആയിരുന്നു, ഔട്ട് ബോൺ ടൂർ ഓപ്പറേറ്റർ ആയിരുന്നു, അതായത് ഇന്ത്യക്ക് പുറത്ത്. അപ്പോൾ അവിടെ കുറേ വർഷം ജോലി ചെയ്ത ആ അനുഭവം. എത്ര വർഷം അവിടെ ഉണ്ടായിരുന്നു? അവിടെ ഏകദേശം ഒരു 8-10 വർഷം ഉണ്ടായിരുന്നു. കുറേ എക്സ്പീരിയൻസ് അവിടെ. അതെ. അങ്ങനെയാണ് ഈ ഒരു ഐഡിയ വരുന്നത്. അതെ, അറിയുന്നൊരു കാര്യം ചെയ്യുക ആണല്ലോ നമുക്ക്. അപ്പോൾ അത് വിത്തോട്ട് എനിക്ക് 2 ഐഡിയ ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഒരു ടൂർ ഓപ്പറേറ്റർ ആകുക, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ഗുഡ്സ് ലൈക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതായിരുന്നു. പിന്നെ ഓപ്റ്റഡ് ഫോർ ദിസ്. ഓക്കെ, അപ്പം എപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സാറിൻ്റെ മനസ്സിലപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഞാൻ തുടങ്ങും, ഒരു ബിസിനസ് മാൻ ആവും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു? അവിടെയുള്ള ബോംബെയിലുള്ളപ്പോൾ തന്നെ ഞാനൊരു ചെറിയ ഒരു ഏജൻസി, ചെറിയൊരു ധാരാവി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു 300 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 7-8 മാസത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ദെൻ നമ്മൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും അത് വിജയിപ്പിക്കുക എന്നത് നമ്മളുടെ ആവശ്യമാണല്ലോ.
അപ്പോൾ അത് ഇതിന് പകരം ഞാൻ വേറെ എന്ത് ചെയ്താലും എനിക്കറിയാം അത് സക്സസ് ആകും എന്നുള്ളത്. നമ്മളെ ഇഫ് യു പുട്ട് യുവർ 100% മൈൻഡ്, അത് എന്ത് തന്നെ ആയാലും ശരി, ഒരു ചായക്കട ആയാലും ശരി, അല്ലെങ്കിൽ എന്ത് ചെയ്യുവാണെങ്കിലും, ഇഫ് യു ആർ പുട്ടിങ് യുവർ 100% ഹാർഡ് വർക്ക് ഇൻ ടു ദാറ്റ്, യു വിൽ ഫൈൻഡ് സക്സസ്. ഓക്കെ. അപ്പം സോമൻസ് ലെഷർ ടൂർസ് തുടങ്ങുന്ന സമയത്ത് സാറിന് ഉണ്ടായിരുന്ന ഒരു ഡ്രീംസ് ആൻഡ് ഗോൾസ് എന്തായിരുന്നു? അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇടപ്പള്ളിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ചെറിയൊരു സ്ഥലമായിരുന്നു, ഒരു 250 സ്ക്വയർ ഫീറ്റ് ഏരിയ ആയിരുന്നു, 2 സ്റ്റാഫും. പക്ഷെ ആ സമയത്ത് എന്ത് തന്നെ ആയാലും ഇത് വലിയൊരു കമ്പനി ആക്കും. പക്ഷേ അപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്ത് തന്നെയാലും ഒരു ടൂറ് നമ്മൾ ഒരു ടൂറ് നമ്മൾ ഈ ഇടണമെങ്കിൽ ആദ്യം നമുക്കൊരു എയർലൈൻ വേണം. അപ്പോൾ ആ എയർലൈനിൽ നമ്മൾ ബുക്ക് ചെയ്ത് പൈസ കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിന് 30 പേരായിരിക്കും, പിന്നെ 35 പേരായിരിക്കും, അല്ലെങ്കിൽ 40, 45 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ എയർലൈന് ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഈ എയർലൈൻസും നോൺ റീഫണ്ടബിൾ ആണ്. അപ്പം നമുക്കത് ഫില്ല് ചെയ്തേ പറ്റൂ. അത് ഫില്ല് ചെയ്തില്ലെങ്കിൽ യു ലൂസ് ദ മണി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടാർഗറ്റ് എത്തിക്കുക എന്നത് ഒരു നമുക്ക് മിനിമം റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കതൊരു വലിയൊരു ആവേശമായി മാറി. അപ്പോൾ പിന്നീട് അത് ഇനി നെക്സ്റ്റ് തലത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം, പിന്നെ അതിൻ്റെ അടുത്ത തലയ്ക്ക് എങ്ങനെ കൊണ്ടുപോകാം, ഐ മീൻ ഇറ്റ് ഈസ് എ ജേണി. ഓക്കെ. അപ്പോൾ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ആളുകളുടെ ഈ ഒരു ട്രാവൽ, അവരുടെ ഒരു രീതികളും ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? പലരും എന്തിനിപ്പോൾ ടൂറ് പോയി പൈസ ചിലവാക്കുന്നു, ഇൻസ്റ്റന്റ് ഒരു സ്ഥലം വാങ്ങിയിടാം, അങ്ങനത്തെ ചിന്താഗതിയൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് കൂടുതലും മലയാളികൾക്ക് ഉണ്ടായിരുന്നത്. അതെ, നാച്ചുറലി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പൈസ ഉള്ളവർ മാത്രം പോകുന്ന ഒന്നായിരുന്നു ടൂറ്. പക്ഷെ ഇന്നത് കംപ്ലീറ്റ്ലി മാറി. അതെ, കോവിഡ് നമ്മളെ പഠിപ്പിച്ചത് വലിയൊരു പാടാണ്. അതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെയല്ല, എല്ലാ ടൂർ ഓപ്പറേറ്റേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തത് ഈ ടൂർ ഓപ്പറേറ്റേഴ്സിനെയും ട്രാവൽ ഏജൻസിനെയാണ് ഈ കോവിഡ് പാൻഡമിക്. കാരണം ഇങ്ങനെയുള്ള എന്തൊരു സംഭവം ഉണ്ടായാലും ഈ ടൂറിസമാണ് ഏറ്റവും ആദ്യം എഫക്റ്റ് ചെയ്യുന്നതും അത് സ്റ്റാൻഡ് സ്റ്റിൽ ആകുകയാണ്. മനസ്സിലായോ? അപ്പോൾ ആദ്യം ഹിറ്റ് ചെയ്യുന്നതും ഏറ്റവും അവസാനം എഴുന്നേൽക്കുന്നതുമാണ് ഈ ട്രാവൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറലി, പക്ഷെ അതൊന്ന് കിട്ടിയൊരു പാഠം, അപ്പോൾ പൈസ കൊണ്ട് പ്രത്യേകിച്ച് അത് കുറേ കൂട്ടി വെച്ചിട്ടൊരു പ്രയോജനമില്ലെന്നും, ഇങ്ങനെയുള്ള ഒരു നാച്ചുറൽ കലാമിറ്റിയോ അല്ലെങ്കിൽ ഒരു പാൻഡമിക്കോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവൻ തന്നെ നഷ്ടമാകുന്നു. ഇപ്പോൾ നമുക്ക് ആ പാൻഡമിക്കിൽ നമുക്ക് സംഭവിച്ചത്, എനിക്കറിയാവുന്ന ഒരുപാട് പേര് മരിച്ചു. എൻ്റെ ക്ലോസ് ആയിട്ടുള്ള കുറേ പേര്, അവർക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതായത് അവരുടെ ഫാദർ മരിച്ചിട്ട് ആ ബോഡി അല്ലെങ്കിൽ ആ ഫേസ്, അതിനകത്ത് ആ ഫേസിലൊരു ഉമ്മ വയ്ക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പോൾ പലരും ആ ഫ്യൂണറലിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഇത് വലിയൊരു പാടാണ് നമുക്ക് കിട്ടിയത്. മനസ്സിലായോ? അതിന്ന് ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചോളം, മലയാളികളല്ല എല്ലാവരും, ഈ ഒരു ടൂറ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയും ഡിസ്കഷൻ ടൂറാണ്. ഒരു ടൂർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് അവസാനിക്കുന്നതിന് മുമ്പ് നെക്സ്റ്റ് ടൂറിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. മനസ്സിലായോ? അത് ഈ കോവിഡ് പാൻഡമിക് ആണ് കാരണം. അപ്പോൾ അന്ന് ആ ഒരു കോൺസെപ്റ്റ് ചേഞ്ച് ചെയ്യാനും സാറിന് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുണ്ടാവില്ലേ? ഈ ഒരു അതായത് മലയാളികൾ അങ്ങനെ ഒരു ചിന്താഗതിയിൽ നിൽക്കുന്ന സമയത്താണ് സാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവരുടെ ആ ഒരു കോൺസെപ്റ്റ് ചേഞ്ച് ചെയ്യാൻ സാർ വഹിച്ചൊരു പങ്ക് എത്രത്തോളം ഉണ്ട്? അത് ഒരുപാടാണ്. അതായത് ഒന്ന്, ആ സമയത്ത് വേറൊരു ടൂർ ഓപ്പറേറ്റർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളുടെ കാര്യങ്ങൾ കുറച്ച് ഈസിയാണ്. പിന്നെ നമുക്കുള്ള ഇവിടെ കൂടുതൽ ആളുകളും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് നോർത്ത് ഇന്ത്യൻ ടൂർ ഓപ്പറേറ്റേഴ്സിയാണ്. മനസ്സിലായി? അവരുടെ ആ സർവീസ് എന്ന് പറയുന്നതും ആ സർവീസിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ട്, ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പം ഈ സർവീസ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ് പോലെ, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഞാൻ കൊണ്ടുവന്നത്. അതായത് ഒരു ടൂർ അവരെ എവിടേക്ക് സെലക്ട് ചെയ്താലും ശരി, അത് സിംഗപ്പൂർ, മലേഷ്യ ആയാലും ശരി, യൂറോപ്പ് ആയാലും ശരി, അമേരിക്ക, എവിടേക്ക് ആയാലും ശരി, അവർ എയർപോർട്ടിലേക്ക് വന്നാൽ മതി.
അപ്പോൾ നമ്മുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എയർപോർട്ടിൽ. എന്നിട്ട് ആ റെപ്രസെൻറ്റേറ്റീവ് ഞങ്ങളുടെ ടൂർ മാനേജർ എല്ലാ സ്ഥലത്തേക്കും അവരെ കൊണ്ടുപോയി എത്ര ദിവസത്തെ ടൂറാണോ ആ ടൂറെല്ലാം തീർത്ത് അവർക്ക് ഒരു പ്രശ്നവുമില്ലാതെ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ ലഗേജ് പോലും എടുത്ത് ചിലപ്പോൾ എന്തെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ഒന്ന് കൈത്താങ്ങി, മനസ്സിലായോ, അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കാണിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ ആദ്യം വരുന്നു. അതെ 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 അതെ. അപ്പൊ അവര് അവരുടെ അനുഭവം മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്തപ്പോൾ അങ്ങനെ വേർഡ് ഓഫ് മൗത്തിലാണ് ഈ സോമൻസ് ഈ ഒരു പൊസിഷനിൽ ഇപ്പൊ വന്നത്. ഈ വേർഡ് ഓഫ് മൗത്തിൽ വരുന്ന സമയത്ത് തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വരില്ലേ? പിന്നെ ഞങ്ങളുടെ കൂടെ എത്രയോ പേര് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ, ഒരു ലേഡി ഡോക്ടറാണ്, അവർ 100 രാജ്യമാണ് ഫിനിഷ് ചെയ്തത്. ഇപ്പോൾ അടുത്തിപ്പോൾ അവരൊരു ടൂർ പോകാൻ പോവുകയാണ്. അപ്പോൾ ആ 100 ടൂറിൽ ഓൾമോസ്റ്റ് 95 കൺട്രീസും ഞങ്ങളുടെ കൂടെയാണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ അതൊരു ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു ചലഞ്ചാണ്, മനസ്സിലായോ. അപ്പോൾ അവർ പോകാത്ത രാജ്യങ്ങൾ, എല്ലാവർക്കും പോയ രാജ്യങ്ങളിൽ വീണ്ടും പോകാമെന്നുള്ളൊരു ഐഡിയ ആർക്കും ഇല്ലല്ലോ, അത് കണ്ടു കഴിഞ്ഞു. ആൻഡ് വി ഹാവ് 195 കൺട്രീസ് ഉണ്ട് ഈ ഭൂമിയിൽ. അപ്പോൾ മാക്സിമം രാജ്യങ്ങൾ കാണുക എന്നതാണ് ഓരോരുത്തരുടെയും, മനസ്സിലായോ. എന്നിട്ട് പിന്നെ അവർ ഈ ഓരോരുത്തരോട് പറയാം, ഞാൻ ഐ ഫിനിഷ് ദിസ് മെനി കൺട്രീസ്, ഐ ട്രാവൽ ദിസ് മെനി കൺട്രീസ്, മനസ്സിലായോ. അതൊരു ഭയങ്കര ഒരു ബൂസ്റ്റിങ്ങും കൂടിയിട്ടാണ്. അപ്പം അന്നത്തെ കാലത്ത് ഈ ഞങ്ങൾ ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ലാസിഫൈഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ ടൂറുകളൊക്കെ ഈ സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡൊക്കെ വളരെ ഈസി ആയിരുന്നു. പിന്നെ അത് ചൈനയിലേക്കും പിന്നെ യൂറോപ്പിലേക്കും ഓസ്ട്രേലിയ, ന്യൂസിലൻഡിലേക്ക് കടന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും അത് ആളുകളെ ഉൾപ്പെടുത്തിയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കുകയും സ്റ്റാഫിനെ കുറച്ച് 2, 3, 4 പേരെയൊക്കെ എൻഗേജ് ചെയ്യും. പിന്നെ നമ്മൾ ആ ചെറിയ ഓഫീസിൽ നിന്ന് കുറച്ചുകൂടി വലിയ ഓഫീസിലേക്ക് മാറിയും. പിന്നെ ആ ഇൻറ്ററാക്ഷൻ എന്ത് തന്നെയായാലും 90% ഞാൻ നേരിട്ട് തന്നെയായിരുന്നു. ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് കോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോവും, അവരെ കാണും, അവിടെ പോയി. അത് എവിടെയായാലും ശരി, അത് കാസർഗോഡ് നിന്ന് വന്നാലും ശരി, തിരുവനന്തപുരത്ത് നിന്ന് വന്നാലും ശരി, കൊല്ലത്ത് നിന്ന് വന്നാലും ശരി. ആൻഡ് വിതിൻ 10 to 15 hours ഐ വിൽ ബി ദെയർ. എന്നിട്ട് പിന്നെ അവരെ കണ്ട് സംസാരിച്ച് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് അവരുടെ അടുത്ത് ചായ വാങ്ങി കുടിച്ച് അല്ലെങ്കിൽ ലഞ്ച് കഴിച്ച് ഒക്കെയാണ് പിന്നെ ബുക്ക് ചെയ്തിട്ട് ആ ബുക്കിംഗ് എമൗണ്ട് ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അതൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നു. അതായിരുന്നു ആ കുറേ വർഷം എന്ന് പറഞ്ഞാൽ ഒരു 10-15 വർഷം. ഐ മീൻ ഓൾമോസ്റ്റ് എല്ലാ ടൂറിലും ഞാൻ തന്നെയായിരുന്നു ടൂർ മാനേജറായിട്ട് പോയിരുന്നത്. അപ്പോൾ അത് ഡിസൈൻ ചെയ്തിരുന്നത് അങ്ങനെയാണ്, ഒരു ടൂർ കഴിയുക, അത് തിരിച്ചു വരിക, അതിൻ്റെ പിറ്റേ ദിവസം വേറൊരു ടൂറ്, അങ്ങനെയായിരുന്നു ആദ്യത്തെ കാലങ്ങളിൽ. ഇപ്പോൾ സ്ഥിതിയെല്ലാം മാറി. ഇപ്പം ഞങ്ങൾക്കൊരു 48 ടൂർ മാനേജേഴ്സ് ഉണ്ട്. എത്ര രാജ്യങ്ങളിലേക്ക് ടൂർ? നമ്മൾ ഓൾമോസ്റ്റ് എവരിവെയർ ഒരു മോർ ദാൻ 100 കൺട്രീസിലേക്ക് നമ്മൾ ടൂർ ചെയ്യുന്നുണ്ട്. പിന്നെ ചില കൺട്രീസ് ഉണ്ട് നമുക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഒരുപാട് രാജ്യങ്ങളാണ്. അപ്പോൾ അതിൽ എല്ലാം തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ല. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഏഷ്യ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കൺട്രികൾ നമ്മൾ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ട് തന്നെ, അതായത് ഇപ്പോൾ നമ്മളൊരു ടൂറ് ഒരാൾ പോകുന്ന സമയത്ത് അവിടെ നന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുക, നല്ല സ്ഥലത്ത് താമസിക്കാൻ പറ്റുക, ഭക്ഷണം, പിന്നെ കാഴ്ച, ഇതെല്ലാം കൂടി വേണമല്ലോ. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് പോകുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ഒരു FIT 2 പേര് 4 പേരൊക്കെ ആയിട്ട് പോകാം. അപ്പോൾ ആ പോകുന്ന സമയത്ത് അവർ ചൂസ് ചെയ്ത അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നടക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു ഗ്രൂപ്പായിട്ട് പോകുന്ന കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലം മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാ കോണ്ടിനെന്റ്സിലേക്കും ടൂറുണ്ട്. ഇതിപ്പോൾ ഇപ്പം തന്നെ കുറേ സ്ഥലങ്ങളിൽ ടൂർ ഇപ്പോൾ ഓണാണ്. ഈ അടുത്ത മാസം വി ആർ
ഗോയിങ് ടു അന്റാർട്ടിക്ക. ആ സാറും പോകുന്നുണ്ട്. ഞാൻ പോകുന്നില്ല. ഈ അന്റാർട്ടിക്കയും സൗത്ത് അമേരിക്കയും കൂടിയിട്ടാണ് ആ ടൂറ് ചെയ്യുന്നത്. ആൻഡ് 24 ദിവസത്തെ ടൂറാണ്. സോമൻസ് ഒരു ടൂർ പാക്കേജ് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക? അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്താണ് എന്നതാണ് ബെറ്റർ. മനസ്സിലായോ? ഈ ഒരു ടൂറ് നമ്മളുടെ കൂടെ ഒരു ഗ്രൂപ്പിൽ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ പറയുന്നത്, ഇപ്പം ഈ പറഞ്ഞല്ലോ എയർപോർട്ടിലേക്ക് അവർ വരിക, അത് നമുക്കൊരു സമയം കൊടുക്കുന്നു, ആ സമയത്ത് അവർ വരുന്നു. അപ്പോൾ തന്നെ നമ്മളുടെ ടൂർ മാനേജർ അവരെ ഗ്രീറ്റ് ചെയ്യുന്നു. ആ ഗ്രീറ്റ് ചെയ്തിട്ട് അവരുടെ ഈ പാസ്പോർട്ടും വിസയും അവരുടെ ഇൻഷുറൻസും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ ഒരു ബാഗും ഒരു തൊപ്പിയും അതൊക്കെ എല്ലാം കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ എയർപോർട്ട് ഫോർമാലിറ്റീസ് എല്ലാം ചെയ്യുന്നു. എന്നിട്ട് ആ രാജ്യത്തേക്ക് ഫ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആ ട്രാവലിൽ ഏറ്റവും ആവശ്യമുള്ളതാണ് ഇൻഷുറൻസ്. ആ ഇൻഷുറൻസ് ഉണ്ട് എല്ലാവർക്കും, എല്ലാ ഏജ് ഗ്രൂപ്പിനും. നമ്മളാണ് ഏറ്റവും ആദ്യമായിട്ട് 80 വയസ്സ് വരെ ഉള്ളവർക്ക് ഫ്രീ ഇൻഷുറൻസ് ആണ് കൊടുക്കുന്നത്. അത് സാധാരണ ഇൻഷുറൻസ് കമ്പനി 70 ഇയേഴ്സ് വരെ കൊടുക്കാറുള്ളൂ. അപ്പോൾ ബട്ട് സോമൻസ് ഈസ് ഗിവിങ് അപ് ടു 80 ഇയേഴ്സ്. അപ്പോൾ എനിത്തിങ് ഹാപ്പൻസ് ആകാലോ. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് കാലത്തെറ്റി വീഴാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമുള്ളവരുണ്ടാകും, അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ആകാം. അപ്പോൾ 80 ഇയേഴ്സ് വരെയുള്ളവർക്ക് ഇൻഷുറൻസ് കവേർഡ് ഉണ്ട്. പിന്നെ നമ്മുടെ ആ ടൂറിൽ അവരുടെ താമസം, ഞങ്ങളെല്ലാ ടൂറും ഞങ്ങൾ ചെയ്യുന്നത് മിനിമം 4 സ്റ്റാർ ഹോട്ടലാണ്. ചില ടൂറുകൾ 5 സ്റ്റാറും ഉണ്ട്. അപ്പോൾ നത്തിങ് ബിലോ 4 സ്റ്റാർ ആണ്. അപ്പോൾ ആ 4 സ്റ്റാർ ഹോട്ടലിൽ അവർ താമസിക്കുന്നു. ചെന്ന് ഇവർ ഈ നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും ആ ടൂർ ആരംഭിച്ച സമയം മുതലുള്ള ഫുഡ്, മനസ്സിലായി, അത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും എയർപോർട്ട് തൊട്ടുള്ള, അതെ, വി പ്രൊവൈഡ് ദം. അതേമാതിരി തിരിച്ച് അവരെ ഫ്ലൈറ്റിലേക്ക് തിരിച്ച് റിട്ടേൺ ജേണിയുടെ ആ സമയത്തുള്ള, ഇപ്പം ലഞ്ച് ഈവനിങ് ആണെങ്കിൽ ലഞ്ച് കഴിച്ചിട്ട് അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടാവുമല്ലോ. പിന്നെ ഇവിടെ വന്ന് തിരിച്ചെത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരോട് ബൈ ബൈ പറയുന്നു. ഏതെങ്കിലും അവർക്ക് എക്സ്ട്രാ സർവീസ് എന്തെങ്കിലും വേണമെങ്കിൽ വി പ്രൊവൈഡ്. അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളം എന്താണ് അതിനകത്ത് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ പ്യുവർലി ഒരു ഷോപ്പിംഗ്. അപ്പോൾ ആ ഷോപ്പിംഗ് അവർ തന്നെ അതിന് വേണ്ടിയിട്ട് പൈസ ചിലവഴിക്കണം. പിന്നെ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും വല്ല അവർക്ക് വല്ല ജ്യൂസ് കുടിക്കണം തോന്നിയാലോ അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കണം തോന്നിയാലോ ഒക്കെ അതിന് അവർ തന്നെ പൈസ ചിലവാക്കണം. എവറിത്തിങ് ഈസ് വി ആർ ഇൻക്ലൂഡഡ്. നമ്മുടെ ടൂറിൽ ഞങ്ങളാണ് ആദ്യം ഈ ടിപ്പ്, അതായത് നമുക്കൊരു ടിപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. ഇവിടെ അത്ര അധികം ഇല്ലെങ്കിലും എല്ലാ സ്ഥലത്തും, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ എന്തൊരു സർവീസ് എടുക്കുന്നോ യു ഹാവ് ടു പേ എ ടിപ്പ്. But unfortunately we don't have that tipping system over here. അപ്പോൾ ആ ടിപ്സ് പോലും ഞങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർക്ക് ടിപ്സ് കൊടുക്കണം. ഇപ്പോൾ യൂറോപ്പിലൊക്കെയാണ് വെച്ചെങ്കിൽ 3 യൂറോ ആണ് ഒരാൾ ഒരു ദിവസം കൊടുക്കണ്ടേ, ടിപ്പായിട്ട് കൊടുക്കുന്നത്. ഒരാൾ ഗ്രൂപ്പ് ടൂർ എന്ന് പറയുമ്പോൾ അത് എത്ര പേരുണ്ടെങ്കിൽ ഇപ്പം 40 പേരാണ് വെച്ചെങ്കിൽ 120 യൂറോ ഒരു ദിവസം കൊടുക്കണം. അത് കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണ്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ വേറെ ഒരു ഗൈഡിൻ്റെ ഒരു സർവീസ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആ ഗൈഡിനും എപ്പാർട്ട് ഫ്രം ദെയർ ഫീ ഒരു ടിപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഞങ്ങളാണ് പേ ചെയ്യുന്നത്. കമ്പൽസറിയാണ്, എല്ലാ സ്ഥലത്തും കമ്പൽസറിയാണ്. ഇപ്പോൾ ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങളിൽ ടിപ്പ് ഈസ് എ കമ്പൽസറിയാണ്. ഇപ്പോൾ നമ്മളൊരു ടാക്സി വിളിക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ടാക്സി വിളിച്ചു, നമ്മൾ ടിപ്സ് കൊടുക്കാറില്ല അല്ലേ? പക്ഷേ അവിടെ യു ഹാവ് ടു പേ ടിപ്സ്. ഇപ്പോൾ ഒരു ഹെയർ കട്ടിങ് ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ പോലും യു ഹാവ് ടു പേ ടിപ്സ്. ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണെന്ന് വെച്ചെങ്കിൽ 10% കമ്പൽസറി ടിപ്സ് ആണ് പല സ്ഥലങ്ങളിലും. അത് ഞങ്ങൾ കൊടുക്കും. അപ്പോൾ ടിപ്സ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. പല സ്ഥലങ്ങളിൽ ഈ പാക്കേജ് എന്ന് പറയുമ്പോൾ ഈവൻ ഫ്ലൈറ്റ് പോലും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല.
അത് അങ്ങനെ പിന്നെ ആദ്യ കാലങ്ങളിൽ ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ, പിന്നൊക്കെ നോർത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞില്ല, അവരെ പല ടൂറുകളും തോമസ് കുക്ക്, SOTC, കോക്സ് ആൻഡ് കിങ് ഒക്കെ, അതെ, അവരൊക്കെ അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ചിലതിൽ ടിക്കറ്റ് ഇല്ല, ചിലതിൽ വിസ ഇല്ല, അങ്ങനെയുള്ള പല പല പാക്കേജുകളാണ് അന്ന് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം അത് വളരെ ഈസിയായി, കാരണം സോമൻസിലെല്ലാം ഉണ്ട്, മനസ്സിലായ. അപ്പോൾ ഒരു ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ടൂർ പാക്കേജ് ആണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സീനിയർ സിറ്റിസണോ അല്ലെങ്കിൽ മക്കൾ പോകുന്നില്ല, അവരുടെ പാരൻസിന് വിടുന്നു. അപ്പോൾ ആ പാരൻസ് വളരെ നന്നായി എൻജോയ് ചെയ്ത് സേഫായി തിരിച്ചു വരണം എന്നല്ലേ ഓരോ മക്കളും ആഗ്രഹിക്കുന്നത്. സോ ദേ ചൂസ് അസ്. ഇപ്പം പാക്കേജിൻ്റെ കാര്യം പറയുമ്പോൾ there are 2 types of travelers. ചിലർ ഭയങ്കരമായിട്ട് ലക്ഷറി, അവർക്ക് പൈസ ഒരു പ്രശ്നമായിരിക്കില്ല. എന്നാൽ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ആളുകൾക്ക് എക്കണോമിക് ആയിട്ടായിരിക്കും പല രാജ്യങ്ങളും കവർ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനത്തെ 2 കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് 2 തരത്തിലുള്ള പാക്കേജ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ ഒരു FIT ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ 2 പേര് 4 പേര് 6 പേര് അല്ലെങ്കിൽ ഒരു വീട്ടിലത്തെ കുറച്ച് പേര് അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ കുറച്ച് പേരുണ്ട്. അതായത് ദേ ജസ്റ്റ് വാണ്ട് എവ്രിതിങ്, 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണം, അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്, മനസ്സിലായി. അപ്പോൾ അത് നമുക്ക് അവർക്ക് എന്താണോ വേണ്ടത് അത് നോട്ട് ചെയ്തിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ പൊതുവെ ആഫ്റ്റർ ദ കോവിഡ് ഈ കൂടുതൽ പേർക്കും മെജോറിറ്റി ആളുകൾക്കും വേണ്ടത് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടൂറാണ്. അതേ സമയത്ത് ഓൾ ഇൻക്ലൂസീവ് ആയിരിക്കണം. ഒരു കസ്റ്റമറും ആഗ്രഹിക്കുന്നില്ല ഒരിക്കൽ ഇവിടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൂർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു എക്സ്പെൻസ് വരാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ടൂറുകളാണ് ഈ ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത്. പക്ഷെ അതേ സമയത്ത് ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളം അവർക്ക് എന്തു വേണോ, എവിടേക്ക് പോകണോ, ഏത് തരത്തിലുള്ള ഹോട്ടലിൽ താമസിക്കണോ, അവർക്ക് ഈ കാഴ്ചകൾ എങ്ങനെയാണോ വേണ്ടത്, അവർക്ക് ചിലപ്പോൾ 2 പേര് മാത്രമായിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു വലിയൊരു ലക്ഷറി കാറിൽ യാത്ര ചെയ്യണം. ഐ മീൻ ഇറ്റ്സ് പോസിബിൾ. ഇപ്പം ഇന്നത്തെ കാലത്ത് ഒന്നും ഇമ്പോസിബിൾ അല്ല. ഐ മീൻ വി ഡു ബോത്ത്. സർ എത്ര കൺട്രീസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്? ഞാൻ ആക്ച്വലി എന്നെ സംബന്ധിച്ചോളം നേരത്തെ ചോദിച്ചല്ലോ, എനിക്ക് ട്രാവൽ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ കൂടുതലും ഈ പാക്കേജിൻ്റെ കൂടെയാണ് പോകുന്നത്. അത് എൻജോയ് ചെയ്യാൻ പറ്റുമോ? പിന്നെ അത് വളരെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്ത മൺഡേ ഞാൻ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ദുബായിക്ക് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ആ ദുബായിൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ഒരു 180 ടൈംസ് ഞാൻ ദുബായിലേക്ക് തന്നെ പോയിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ യൂറോപ്പിലെ പല പല രാജ്യങ്ങളിലേക്കും ഞാൻ പോയിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ 150 to 200 ടൈംസ് ഞാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേ സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, വി ഹാവ് എ ഡോക്ടർ ഹു ട്രാവൽഡ് 100 countries ഓൾറെഡി. അതേപോലെ എൻ്റെ ആഗ്രഹം ഈ ലോകം മുഴുവൻ കാണണം എന്നാണ്. ഡിഫറെൻറ്റ്. അപ്പോൾ ഈ പക്ഷേ ആ ആഗ്രഹം, പക്ഷെ എന്നാലും ഒരു 125 രാജ്യങ്ങൾ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ വാണ്ട് ടു കോൺകർ ഒരു കസ്റ്റമറിനെയൊക്കെ കൂടുതൽ ഞാൻ കാണണം, എനിക്കെല്ലാം കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബേസിക്കലി എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. പോയതിൽ ഏറ്റവും ഇഷ്ടമുള്ള രാജ്യം ഏതാ? കൂടുതൽ ഇഷ്ടമുള്ള രാജ്യത്തിനേക്കാൾ കൂടുതൽ, അതായത് നമുക്ക് എപ്പോഴും വേണ്ടത് എവറിതിങ് ഗോസ് ഫൈൻ, അങ്ങനെയുള്ളൊരു രാജ്യമാണ്, മനസ്സിലായോ? കാഴ്ച ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇപ്പം ന്യൂസിലൻഡ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഐ മീൻ ദെൻ ഈ ഓസ്ട്രിയ ബ്യൂട്ടിഫുള്ളാണ്, സ്വിറ്റ്സർലൻഡ് ബ്യൂട്ടിഫുള്ളാണ്, നോർവേ ബ്യൂട്ടിഫുള്ളാണ്, ഐസ്ലാൻഡ് ബ്യൂട്ടിഫുള്ളാണ്, ഈ ഇംഗ്ലണ്ടിൻ്റെ കുറേ ഭാഗങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ ഇപ്പം ഈ ദുബായ് ഫോർ എക്സാമ്പിൾ UAE എടുക്കുകയാണെങ്കിൽ
അവിടെ നമ്മളവിടെ കംഫേർട്ടാണ്, നമ്മളും നമ്മുടെ കൂടെയുള്ള എല്ലാവരും കംഫർട്ടബിളാണ്. കാരണം നത്തിങ് ഗോസ് റോങ്. മനസ്സിലായോ? സിംഗപ്പൂർ അതുപോലെ തന്നെയാണ്, ഒരു സിസ്റ്റമാറ്റിക് കൺട്രിയാണ്, നത്തിങ് ഗോസ് റോങ്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് സ്ഥലത്തേക്കും ഞാൻ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഈ ഞങ്ങൾ ഏതെങ്കിലും ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എമിറേറ്റ്സ് വഴിയാണെങ്കിൽ ദുബായിലൊരു സ്റ്റോപ്പ് ഓവർ എടുക്കും. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മളുടെ ഒരു വീട്ടിലേക്ക് വന്നു അവളുള്ളൊരു ഫീലിംഗ് ആണ്. കാരണം അവിടെ നത്തിങ് ഗോസ് റോങ്, എല്ലാം ആ കോൺഫിഡൻസ് ഉണ്ട്. അവിടെ സമയത്ത് വണ്ടി ഉണ്ടാവും, നല്ല ഫുഡാണ്, താമസം, എല്ലാം, ഒരാൾക്കൊരു കംപ്ലൈൻ്റ് ഇല്ല. മനസ്സിലായോ? അപ്പം അങ്ങനെ കുറച്ച് രാജ്യങ്ങളുണ്ട്. അപ്പം അതിൽ ഏറ്റവും ആദ്യം വരുന്ന പേര് തീർച്ചയായിട്ടും UAE ആണ്, ദുബായ് ആണ്. പിന്നെ ഈ സിംഗപ്പൂരാണ് സെക്കൻഡ് വരുന്നത്, വേർ നത്തിങ് ഗോസ് റോങ്. ഇപ്പം സാറിൻ്റെ ഒരു ലൈഫിനെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ് തന്നെ മാറ്റിയിട്ടുള്ള ചില രാജ്യങ്ങൾ ഉണ്ടാവില്ലേ? ലൈക്ക് യു ഗോട്ട് സംതിങ് ടു ലേൺ ഫ്രം ദാറ്റ്, അങ്ങനെയുള്ള ഏതെങ്കിലും? അതിൽ നമ്മൾ ഏറ്റവും ആദ്യം എടുക്കേണ്ടത് ജാപ്പനീസ് ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം ഈ ഒരുപാട് ഓൾമോസ്റ്റ് തകർന്നടിഞ്ഞ രാജ്യമല്ലേ ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെയാണ് അവർ വന്നത്. പക്ഷേ അവർ ദർ വെരി ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള അങ്ങനെ ഒരു ചിന്താഗതിയുള്ളവരാണ്. അവരെ അത് കുട്ടികളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഒരു വർഷത്തിലെ എർത്ത് ക്യുക്സ് ഉണ്ടാകുന്ന രാജ്യമാണത് ഈ ജാപ്പനീസ്. അപ്പോൾ അവിടെ ഈ എർത്ത് ക്യുക്ക് ഉണ്ടായാൽ പോലും അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് ആദ്യം ഈ പ്രൈമറി ലെവലിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. മനസ്സിലായോ? അതിനൊരു ഇത് കിട്ടുമ്പോൾ തന്നെ അവിടെ ഒരു സ്കൂളിൽ ബെല്ലടിക്കുന്നു, എല്ലാവരും കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്നു, എന്നിട്ട് അവിടെ ചെന്ന് കിടക്കുന്നു. മനസ്സിലായോ? അതെ. കാരണം അത്രയും അതേപോലെ. പിന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണെന്നും അത് ഈ അൺനെസസറി ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ലെന്നും, പിന്നെ ഈ ഫുഡ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണെന്നും അത് വേസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നും, പിന്നെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണമെന്നും, എൽഡേഴ്സിനെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യണമെന്നും, ആരോഗ്യം ശ്രദ്ധിക്കണമെന്നും, ആവശ്യമില്ലാത്ത കഴിക്കരുതെന്നും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതൊക്കെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് തോന്നാറില്ല. അത് പോസിബിൾ അല്ലല്ലോ, അത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പം നമ്മളുടെ കൂടെ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ, അതിപ്പോൾ യൂറോപ്പ് ആയാലും ശരി, സ്കാൻഡിനേവിയ ആയാലും ശരി, ജപ്പാൻ ആയാലും ശരി, എവിടെ പോയാലും ശരി, അപ്പോൾ അവിടെ അവർ കാണുകയാണ്, ഏറ്റവും ആദ്യം അവർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ റോഡ്സ് ആർ വെരി ക്ലീൻ, ഒരു കുഴപ്പമില്ല. പിന്നെ ഏതെങ്കിലും ഒരു നദിയിൽ അല്ലെങ്കിൽ ഒരു സീയിൽ നമ്മൾ എന്തെങ്കിലും ക്രൂസ് ചെയ്യുകയാണ്, ഒരു ബോട്ടിങ് ചെയ്യുകയാണ് എങ്കിൽ ദേ ഡോണ്ട് സീ എനി വേസ്റ്റ്. ഒരു ചെറിയ ഒരു സിഗരറ്റിൻ്റെ ഒരു ബട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ ഒന്നും അവർ കാണുന്നില്ല. വെള്ളമൊക്കെ വളരെ പ്യുവർ വാട്ടറാണ്. അപ്പം അവർ പറയും, നമ്മുടെ രാജ്യം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോവാണ്. പക്ഷേ അത് തിരിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ഇപ്പം നമ്മൾ പല രാജ്യങ്ങളിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു യൂറോപ്പിലാണെന്ന് വെക്കുക, അപ്പോൾ അവിടെ ഒരു കുട്ടിക്ക് ഒരു ചോക്ലേറ്റ്സ്, അതൊരു കയ്യിലൊരു ചോക്ലേറ്റ് അതിന് ഉണ്ട് അല്ലെങ്കിൽ അത് വാങ്ങിയെങ്കിൽ അത് കഴിച്ചിട്ട് അതിൻ്റെ ആ റേപ്പറുമായിട്ട് ആ കുട്ടി നടക്കുകയാണ്. മനസ്സിലായോ? എന്നിട്ട് ആ വേസ്റ്റ് ബിന്ന് നോക്കുകയാണ്. അപ്പോൾ എവിടെയാണോ വേസ്റ്റ് ബിന്നുണ്ട് ആ വേസ്റ്റ് ബിന്നിലേക്ക് നടക്കുകയാണത്. അത് ഈ ഒരു 4 വയസ്സായ കുട്ടിയായാലും ശരി, 40 വയസ്സായാലും ശരി, 80 വയസ്സായാലും ശരി, ദേ ഡോണ്ട് ത്രോ ടു ദ സ്ട്രീറ്റ്. മനസ്സിലായോ? അതേമാതിരി അവർ സ്പിറ്റ് ചെയ്യില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു ചെറുപ്പം മുതലേ അത് പഠിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ നാടും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഓരോരുത്തരും ടൂറിൽ സംസാരിക്കാറുണ്ട്. പക്ഷേ അത് ഇവിടെ വന്ന് മാക്സിമം ഒരു 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ
പോലെയായി. അവർ തന്നെ അങ്ങനെ മാറും. അവർ തന്നെ മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ വിൽ ഫോളോ ഡെഫിനറ്റ്ലി. അതെ, അത് ചെറുപ്പം മുതലേ നമ്മൾ തന്നെ പഠിപ്പിക്കണമല്ലോ കുട്ടികളെ. അതെ. അപ്പോൾ സാർ ഇവിടെ ഡൊമസ്റ്റിക് ടൂർസും അവൈലബിൾ അല്ലേ? പിന്നെ ഡൊമസ്റ്റിക് ഞങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കകത്തുള്ള ഒരുവിധമുള്ള എല്ലാ ഡെസ്റ്റിനേഷനും ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓൾമോസ്റ്റ് എവരിവെയർ, ഈവൻ ഭൂട്ടാൻ പോലെയുള്ള അതും, പിന്നെ കാശ്മീരിലേക്ക് ഒരുപാട് ട്രിപ്സാണുള്ളത്. പിന്നെ കുളു മണലിയുണ്ട്. പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാരാണസിയും, ഐ മീൻ എല്ലാം ഉണ്ട്. എല്ലാ ടൂറുകളും നമ്മൾ ഇന്ത്യക്കകത്തുള്ള ടൂർ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക്കിനാണോ ഇന്റർനാഷണൽ ടൂർസിനാണോ ഇവിടെ കസ്റ്റമേഴ്സ് അപ്രോച്ച് ചെയ്യുക? കൂടുതലും ഈ ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് സീസണലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പല ഭാഗങ്ങളിലും ഒരുപാട് ചൂട് ഉള്ള ടൈം ആകാറുണ്ട്. അപ്പോൾ ഒരു സെപ്റ്റംബർ ടു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യക്കകത്തുള്ള പല ടൂറുകളും ചെയ്യാൻ പറ്റും. പിന്നെയും പോകാൻ പറ്റുന്നത് കാശ്മീരാണ്. കാശ്മീരിലേക്ക് കുറേ ടൂറുകളുണ്ട്. Like, subscribe and press bell button. Stay tuned for more videos.